ഞാൻ ജാനകിയെ കണ്ടിട്ടാ വരുന്നത്. മീരയുടെ മനസ്സിനെ ആശ്രയിച്ച കാര്യങ്ങളുടെ അടുത്ത ഡെവലപ്മെന്റ്. അങ്ങനെ ജാനകി പറഞ്ഞേ. രാത്രി മുഴുവനും മീര എന്തോ പിച്ചുമ്പയും പറയായിരുന്നു എന്ന്. പരസ്പര ബന്ധമില്ലാതെ. മരിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു തോന്നലൊക്കെ വച്ചിട്ടുള്ള ഒരു വിഭ്രാന്തിയാണത്രേ. പക്ഷെ ഒരു പേര് അവൾ ഇടയ്ക്കിടെ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു എന്ന്. നന്ദനെന്ന്. സൈക്യാട്രിക് വിങ്ങിന്ന് ജാനകിയോട് ചോദിച്ചു എന്ന് ആരാ ഈ നന്ദനെന്ന്. ഡോക്ടർ ജാനകിയോട് പറഞ്ഞു, നന്ദൻ എന്ന് പറയുന്ന ആള് മീരയുടെ അബോധ മനസ്സിൽ കിടക്കുന്നുണ്ടെന്ന്. അയാളൊന്ന് കയറി മീരയെ കാണണമെന്ന്. അത് വേണ്ട. ഡോക്ടർ അറിയിച്ചത് ഞാൻ നിന്നോട് പറഞ്ഞു, അത്രേ ഉള്ളൂ. എന്റെ പേര് പറഞ്ഞേ. അതിനുത്തരം മീരയ്ക്കേ അറിയാവൂ. ചിലപ്പോ അന്ത്യാഭിലാഷമായിരിക്കും. അങ്ങനെ ഉണ്ടാവുമല്ലോ. മരണം അടുത്തു എന്നൊരു തോന്നൽ വരുമ്പോ ചിലരെയൊക്കെ കാണണമെന്ന് തോന്നുമല്ലോ. എത്ര ദൂരെയുള്ളവരും ആ സമയത്ത് കാണാൻ പോവും. കാരണം പിന്നീട് ഒരു കുറ്റബോധവും വിഷമവും തോന്നാൻ പാടില്ലല്ലോ. കാണണമെന്ന് പറഞ്ഞിട്ടും പോയി കണ്ടില്ല എന്ന് അങ്ങനെയും തോന്നരുതല്ലോ. വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ പോലും അവസാനമായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞ പറന്നെത്തും. അമ്മേ, ഞാൻ കേൾക്കേണ്ട ശരിയാവില്ല. മീരയുടെ ഈ കണ്ടീഷനിൽ വേണ്ട. മരിക്കാൻ ശ്രമിച്ചവളവള്. മരണത്തിലും വലുതല്ല അവൾക്കിനി ഒന്നും. ഇനി എന്ത് കണ്ടിട്ടവള് മോശമാവാൻ. മരണത്തിലേക്ക് മുങ്ങിത്താഴുക അവള്. നിന്നെ കാണുന്നത് ഒരുപക്ഷെ പിടിവള്ളിയാവും. അവളെ മരിക്കാൻ വിടണോ പിടിച്ചു കയറ്റണോ എന്നുള്ളത് നീയാ തീരുമാനിക്കേണ്ടത്. നീ ആലോചിക്കുന്ന എനിക്ക് മനസ്സിലായി. കാര്യങ്ങൾ ഇതുവരെയായി. ഇനി അവളിൽ നിന്ന് അകന്നു നിൽക്കാം. കൂടുതൽ കുഴപ്പങ്ങളൊന്നും വേണ്ട. അതൊക്കെയല്ലേ ഞാനും അത് തന്നെയാ പറയുന്നേ. ഇപ്പൊ അധികം സംസാരിക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് കാണുക. 1-2 മിനിറ്റ് നിൽക്കുക, തിരിച്ചു വരിക, അത്ര തന്നെ. അമ്മേ, ഞാനിപ്പോ ഇത്ര വലിയ ആലോചനയ്ക്കൊന്നും കാര്യമില്ല മോനെ. സമയവും ഇല്ല. അവളുടെ ജീവന്റെ അവസാനത്തെ തുടിപ്പായിരിക്കും. എനിക്കെന്തായാലും കയറി കണ്ടേ പറ്റൂ. ഇന്നലെ വരെ നമ്മുടെ കുടുംബത്തിൽ ഓടിത്തുള്ളി നടന്നിരുന്നവളാ. വഴക്ക് കൂടുമ്പോഴും അവൾക്ക് സ്നേഹം കൊണ്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. എല്ലാം ചിലപ്പോ ഇനി ഓർമ്മയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അമ്മേ, ഞാൻ എന്തായാലും ഒന്ന് കാണാം. കണ്ടിട്ട് ഞാനിറങ്ങും. അത് മതി. കണ്ടാൽ ഉടനെ ഇറങ്ങിക്കോ.